അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റോപ്പ് തന്നെയാണ്. നമ്മുടെ നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ലഗേജ് എല്ലാം നമ്മൾ താഴെയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ 7:45 നമുക്ക് കിട്ടിയ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ധരംശാലയിലാണ്. ധരംശാല ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് രാത്രി 11:30 ഇവിടെ നിന്ന് ബസ്സുണ്ട്. ബസ് എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ പറയാം, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ ഞാൻ നാളെ രാവിലെ അവിടെ പോയി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാം എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ കാഴ്ചകളൊക്കെ കാണാമേ. സംഭവം നേരെ ഇരുട്ടി. ഇവിടെ ഹെൽപ്പിനാണെങ്കിൽ ഒരൊറ്റ ആളേ ഉള്ളൂ അതിൻ്റെ അകത്ത്, ആ ജനലിൻ്റെ അകത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പോയി ചോദിച്ചപ്പോൾ വലുതായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിലും ബസ് ഇപ്പോൾ വരും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ടിക്കറ്റ് വാങ്ങിച്ചൊന്ന് നോക്കി കൺഫേം ചെയ്യാനോ അവർ നോക്കിയിട്ടില്ല. പിന്നെ ഇത് ഇവിടുത്തെ ഹിമാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് ബസ്സാണ്. നമ്മളിപ്പോൾ പോകുന്നത് വോൾവോയിലാണ്. നേരത്തെ ഇങ്ങോട്ട് വന്നത് ഓർഡിനറി ബസ്സിലല്ലേ, അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് വോൾവോ ബസ്സിൽ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകാൻ വേണ്ടി പോകുന്നത്. സെമി സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളെ കൂട്ടുകാരെല്ലാവരും. എടാ രാവിലെ ബസ് എത്ര മണിക്ക് വരും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം? 12 മണി കഴിയുമെന്നാണ് എനിക്കും തോന്നുന്നത്. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റോപ്പ് തന്നെയാണ്. നമ്മുടെ നെയ്യാറ്റിൻകര ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അത്രയൊക്കെ തന്നെ വരും ഇത്. കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ബസ് കാത്തിട്ട്. അപ്പോൾ നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ബസ്സെല്ലാം ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും കുറച്ചുകൂടെ സ്ഥലമുണ്ട്. അങ്ങോട്ട് ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. നമ്മൾ താമസിച്ച ഹോട്ടൽ കാണുന്നില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു പോകണം, ലെഫ്റ്റ് സൈഡ്. ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ താമസിച്ച ഹോട്ടലിലോട്ട്. വേറെ ആരും ഇല്ല ഇവിടെ, യാത്രക്കാരും പിന്നെ ഒരൊറ്റ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ആ ജനലിൻ്റെ അകത്തിരിപ്പുണ്ട് പുള്ളിക്കാരൻ. പിന്നെ ഇതാരാണെന്ന് അറിഞ്ഞൂടാ, അത്യാവശ്യം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഹലോ. പുള്ളിക്കാരനൊരു ട്രാവലറാണേ. ഞാൻ വിചാരിച്ചു ഇവിടെ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച്. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്കിനി ബസ് വന്നിട്ട് കാണാം. ബസ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. വോൾവോ ബസ്സാണ്. നമ്മളെ നാട്ടിലെ വോൾവോ ബസ് പോലെയാണോ അതോ നമ്മുടെ ഇവിടുത്തെ ഓർഡിനറി ബസ് നമ്മളെ നാട്ടിലെ ഓർഡിനറി ബസ്സായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വോൾവോ ബസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ആരുമില്ല കേട്ടോ ഈ ഒരു ഭാഗത്തും. ഇവിടെ 2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി ആയതിനു ശേഷം പട്ടിയുടെ ശല്യമാണ്, ഭയങ്കര പട്ടി ശല്യം. പക്ഷെ നമ്മളെ ഉപദ്രവിക്കില്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മുടെ നാട്ടിൽ ചില പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ടല്ലോ, പ്രൈവറ്റ് ബസ്സിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ. നമ്മളെ നാട്ടിലെ ബസ്സിനാണെങ്കിൽ ഒറ്റ കളറായിരിക്കും, ഒന്നിൽ ചുവപ്പ് അല്ലെങ്കിൽ വെള്ള. പക്ഷെ ഇവിടെ എല്ലാം വേറെ വേറെ കളർഫുൾ ബസ്സുകളാണ്. അങ്ങനെ വോൾവോ ബസ് എത്തിയിട്ടുണ്ടേ. ബസ് കണ്ട് അടിപൊളി ബസ്സെന്നാണ് തോന്നുന്നത്. നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ താഴെയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ബസ്സിൻ്റെ മുന്നിലത്തെ വശമേ. ബസ് നമ്പർ എന്ന് പറയുമ്പോൾ HP 63C 3579 ആണ് ബസ് വരുന്നത്. ഇനി ബസ്സിൻ്റെ അകം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റെസ്റ്റ് എടുത്തുകൊണ്ടും ദൂരെ നിന്ന് പറഞ്ഞ ബസ്സല്ലേ, ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബസ് കണ്ട് കൊള്ളാൻ തോന്നുന്നില്ല. അകത്ത് കയറി നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ ഉൾവശമാണേ. ബസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബസ് തന്നെയാണ് കേട്ടോ. സീറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. നമ്മൾ കാല് വയ്ക്കാനും പിന്നെ നല്ല അത്യാവശ്യം നല്ലവണ്ണം ചാരി ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ബസ് മുഴുവനായിട്ട് ഫുള്ളായിട്ടില്ല. പുറത്ത് നല്ല തണുപ്പാണ്, അപ്പോൾ അകത്ത് കയറിപ്പോയി നല്ല ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ എനിക്കിവിടെ 10 മണിക്കൂർ അടുപ്പിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു മിനിറ്റിനകത്ത് വെച്ചിട്ട് തന്നെ അറിയാൻ പറ്റും എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടേ. ഇപ്പോൾ രാവിലെ 7:45 നമ്മളിന്നലെ രാത്രി ഏതാണ്ട് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി അവിടെ നിന്നെടുത്തപ്പോൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ഇത് സ്ഥലം വരുന്നത് മണാലിയാണേ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് എടുക്കാം. നല്ല അടിപൊളി സ്ഥലമാണേ. ഒരു പക്ഷേ ആ മലയിലൊക്കെ ആണെങ്കിൽ മരമാണെന്ന് തോന്നുന്നു നിൽക്കുന്നത് ആ ഭാഗത്തായിട്ട്. അവിടെ മഞ്ഞും നല്ല തണുപ്പുണ്ടേ. ആകാശമൊക്കെ ആണെങ്കിൽ മുഴുവനും മൂടിക്കെട്ടി കിടക്കുകയാണ്. മഴയുടെ അല്ല, തണുപ്പിൻ്റെയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക്
റൂം എടുക്കണം. അടുത്തതാണ് പരിപാടി. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബസ് സ്റ്റോപ്പാണേ. ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ടാക്സികൾ ഒരുപാടുണ്ട്. നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാക്സി ആണോ, എങ്ങനെയാണ് റൂം ബുക്കിംഗ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാതെ കുറച്ചൊന്ന് ആലോചിച്ച് ഒരു 2-3 പേർക്ക് സംസാരിച്ചിട്ട് വേണം ഒരു ടാക്സിയോ ഹോട്ടലോ എന്തെങ്കിലും എടുക്കുന്നെങ്കിൽ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്ക് നമ്മളെ പറ്റിപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇനി നേരെ ഒരു റൂം എടുക്കണം. റൂം എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ഫ്രഷാവണം. ഫ്രഷായതിനു ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണാലിയിലൊരു 3 ദിവസം ഉണ്ടാവും. 3 ദിവസം ഉണ്ടായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമേ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ നമുക്കൊരു ടാക്സി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ടാക്സി ഇത് നമ്മുടെ സൺലൈറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലെ ടാക്സിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് അവർ പറഞ്ഞ് ഹോട്ടൽ വരെ പോയി നോക്ക്, റൈഡ് ഫ്രീ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം റൂം എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതപ്പോൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. 1 വേ ആണ്. ഒരു സൈഡിൽ 2 വരി, അപ്പർ സൈഡിൽ 2 വരി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വേണം അങ്ങനെ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരാനില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നല്ല അടിപൊളി ടൂറിസ്റ്റ് ലൊക്കേഷനല്ലേ. ചില സ്ഥലത്തൊക്കെ റോഡ് ഇടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഏതാണ്ടാ ആ സ്ഥലത്തൊന്നും റോഡില്ല. ആ സമയത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഉടനെ ഫിക്സ് ചെയ്യായിരിക്കും ഇതൊക്കെ. എന്താ നമ്മളങ്ങനെ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പോൾ അവിടെ വെച്ച് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1500 രൂപ എന്നാണ് ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് വേറെ എടുക്കാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കട്ടെ. ഇവിടെ പിന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് -ഡിഗ്രിയിൽ വരുന്നത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഇതിൽ നിന്ന് തണുക്കുമെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അങ്ങനെ മണാലിയിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് റൂം എടുത്തിരിക്കുകയാണ്. ഈ റൂമിന് ഒരാൾക്ക് വാടക വരുന്നത് 375 രൂപയാണ് ഒരു ദിവസത്തേക്ക്. നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ 4 പേർക്കും ഒരു റൂം തന്നെയാണ്. അപ്പോൾ ഞാനും രാഹുലും ഈ ബെഡിലും പിന്നെ മിക്കിയും നിതിനും ഇതും അവിടെ ഒരു ബെഡുണ്ട്, അവിടെ ആയിരിക്കും അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നൈറ്റിൽ. അപ്പോൾ നമ്മളവിടെ പുറത്ത് നല്ല അടിപൊളി വിഷ്വൽസാണ്. പിന്നെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. ഫുഡ് പൂരി ഭാജി, ഉരുളക്കിഴങ്ങെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ ചായയും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ പുറത്തുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. റൂമും നല്ല അടിപൊളി റൂമാണ്. 375 എന്ന് പറയുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് തന്നെയാണ്. ഇവിടെ അങ്ങനെ നമ്മൾ 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് ഓൺലൈനിൽ നോക്കിയപ്പോഴും വലിയ മെച്ചം തോന്നിയില്ല. അപ്പോൾ അതിനെക്കാട്ടി നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിളായിട്ട് കിട്ടിയതാണ്. എന്തായാലും ഞാൻ ബാക്കിലുള്ള വിഷ്വൽസ് കാണിച്ചു തരാമേ. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി നമ്മൾ വന്നിറങ്ങിയപ്പോൾ -1 ഇപ്പോൾ സമയം 10 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 0 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ 4 ഡിഗ്രി വരെ ആവാം. പിന്നെ രാത്രി -4 വരെ ആവാമെന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. ഞാൻ എൻ്റെ വാച്ചിൽ കറക്റ്റായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ 0 ഡിഗ്രിയാണ് ആ നീലയിൽ കൊടുത്തിരിക്കുന്നത്. -3 ഇന്ന് രാവിലെ. ഇന്ന് പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോൾ രാത്രി ചിലപ്പോൾ -4 വരെ ആവാം സാധ്യത ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫുഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ 375 രൂപയിൽ രാവിലെയും രാത്രിയും നമുക്ക് ഫുഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് ഫുഡ് കഴിക്കുക. ഇനി നേരെ താഴെ ഒന്ന് മണാലി മുഴുവനായിട്ടൊന്ന് കറങ്ങാൻ പോവുക. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഹോട്ടലിൽ അവർ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മളിത് ഇന്ന് നേരെ പോകാൻ വേണ്ടി പോകുന്നത് പാരാഗ്ലൈഡിങ്ങിൻ്റെ പോയിന്റിലോട്ടാണ്, മണാലി പാരാഗ്ലൈഡിങ്. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ഇതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒമിനി പോലത്തെ ഒരു വണ്ടിയാണ്. എന്തായാലും ഞാൻ ഫ്രണ്ടിൽ തന്നെ കയറാൻ പ്ലാൻ ചെയ്യുകയാണ്.
ഡ്രൈവറിൻ്റെ തൊട്ടടുത്തായിട്ട്. नाम क्या है मेरा? मनोज, M for मनोज. ओके ओके, भैया का नाम मनोज है. Yes भाई. ओके, सो फर्स्ट वी आर गोइंग टुवर्ड्स പാരാഗ്ലൈഡിംഗ്. Yes, first point paragliding. ഓക്കെ, നമ്മൾ ഈ വണ്ടി ഹോട്ടലുകാർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് ഈ വണ്ടി ഫുള്ള് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. 1000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക്. 2 ദിവസത്തേക്ക് 2000. നമ്മുടെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. അപ്പോൾ നല്ല അത്യാവശ്യം അടിപൊളി പാക്കേജാണിത്. നമ്മൾ പറയുന്നതല്ല, അവർ കുറച്ച് സ്ഥലങ്ങൾ നമ്മളുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ ഇവർ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് 1000, നാളെ 1000, അങ്ങനെ ഒരാൾക്കാണ് കേട്ടോ 1000. വിത്ത് ഡ്രൈവറാണ് 1000 രൂപ വരുന്നത്. നമ്മൾ കാറ് തന്നെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 പേർക്കും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ് തന്നെ ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കിവിടെ ബൈക്ക് റെൻറ്റിനൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. आज जा रहे हैं ना जी, नीचे शॉल फैक्ट्री है, वहाँ पे भी देख लेना, आपने पसंद आता है लेना, नहीं तो मार्केट में भी देख लेंगे. ये मार्केट है, माल रोड है मनाली का, तो यहाँ पे भी है. ऐसा नहीं है, शॉल फैक्ट्री में ऐसा आइटम आपको सब मिल जाता है, कम से लेकर ज़्यादा तक का ऑप्शन बहुत है वहाँ पे आपके लिए. प्राइस कम है ना? हाँ, 100 रुपीज़ शॉल शुरू है समझ लो वहाँ पे. अब तो हम शॉल फैक्ट्री जा रहे हैं. आज जाएंगे, आज का बीच में शॉल फैक्ट्री भी रहेगा. कुल्लू साइड जा रहे हैं जी. കുല്ലു സൈഡ്. हाँ जी, शॉल फैक्ट्री आपका कुल्लू में ही आएगा. നമ്മളിപ്പോൾ കുളുവിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെന്തായാലും കൊള്ളാം. कल का आपका स्नो पॉइंट रहेगा ना. हाँ, ओके. आज का कुल्लू नगर का है. ओके भैया, कुल्लू इधर से कितना किलोमीटर है? 40 किलोमीटर. 40 किलोमीटर है इधर से. 40 किलोमीटर. 14 और 40. 40. 40. 40. ഓ, 40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുളുവിലോട്ട് പോകാനായിട്ട്. पैराग्लाइडिंग का प्राइस हाँ 3500 बोलते हैं, लेकिन मार्केटिंग हो जाती है वहाँ पे. टूरिज्म रेट जो है ना हाँ, वो 3500 है, लेकिन मार्केटिंग होती है, काफी कम कर देते हैं. ओके ओके. डिपेंड है कितने लोग कर रहे हैं. हाँ, बस करवा देंगे, कोई नहीं, बात कर लेंगे, वहाँ पे जान पहचान वाले हैं. അപ്പോൾ എന്തായിരുന്നാലും ഭയ്യ പറഞ്ഞത് പാരാഗ്ലൈഡിങ്ങിന് അവർ 3500 രൂപ തൊട്ട് ചോദിക്കുമെന്നാണ്. പക്ഷേ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം വില കുറയ്ക്കും. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണെന്ന്. ഭയ്യ അഭി സീസൺ है? नहीं, अभी तो ऑफ है लगभग. ओ नहीं सीजन आएगा आपका, मनाली में पिक सीजन रहता है मई जून. ओ मई जून. उस टाइम रोहतांग ओपन होता है ना. हाँ, अभी रोहतांग क्लोज, अभी तो सोलांग वैली तक ही है गाड़ी. और रोहतांग क्लोज है ना? रोहतांग तो 6 मंथ क्लोज रहता है, 6 मंथ ओपन रहता है. ओके भैया, नवंबर टू मई. okay, we will be here for 2 days. Can we go? नहीं No. अभी क्लोज है ना. Okay, मई में ओपन होना है रोहतांग. there is no chance to go there. कोई चांस ही नहीं है. रोहतांग भी अभी लगभग आपका 15 से 20 फीट लगभग बर्फ है पर. ഓക്കെ सोलांग वैली में 4-5 फीट बर्फ है अभी तो वहाँ तो भी बहुत ज़्यादा है. ഓക്കെ, നമുക്കപ്പോൾ റോത്താങ് പാസിലോട്ട് പോകാൻ പറ്റൂല എന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസൺ അല്ലേ, ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് വണ്ടിയൊന്നും പോകുന്നില്ല. 6 മാസം ക്ലോസും 6 മാസം ഓപ്പണും ആയിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം. ഇനി നമ്മൾ 2 ദിവസം കൂടെ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ സൗകര്യം പോലെ ചെയ്യാം എങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത തവണ മണാലിയിലോട്ട് വരുമ്പോൾ നോക്കാം അല്ലേ? ഇവിടെയാണ് നമ്മൾ വന്നിറങ്ങിയത്. ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ മണാലിയിലുണ്ടല്ലോ ഡിസംബർ സമയത്തൊക്കെ ആണെങ്കിൽ, ഡിസംബർ ജാനുവരി ഈ സമയത്ത് ഭയങ്കര സ്നോഫോൾ ആയിരിക്കും. നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് പോലും മുഴുവനായിട്ട് സ്നോ കൊണ്ട് മൂടിയിരിക്കുമെന്നാണ് ഭയ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ പെട്രോളിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കാം. ഭയ്യ പെട്രോൾ കിത്തിനായി ഇത്? 97.82. ഓക്കെ ഓക്കെ. ഡീസൽ 89.74. ओके. ഓക്കെ.
അപ്പോൾ നമ്മളിവിടെ നിന്ന് മൊത്തം 3300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നേ. എല്ലാം കൂടെ നമുക്ക് കിട്ടിയത് 33.76 ലിറ്റർ നമുക്ക് പെട്രോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ 2 ദിവസം ഈ വണ്ടിയിൽ തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഫുൾ ടാങ്കോളം പെട്രോളാണ് പുള്ളിക്കാർ അടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കിട്ടിയ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് അത്യാവശ്യം 2 days ട്രിപ്പ് അവർ ഓഫർ ചെയ്തു, ഇൻക്ലൂഡിങ് 2 days സ്റ്റേ വിത്ത് ഫുഡ്. ഇതിനകത്ത് ലഞ്ച് മാത്രം നോട്ട് ആഡ്. ലഞ്ച് മാത്രമല്ല, ബാക്കി നമുക്ക് ഡിന്നറും കിട്ടും, ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. ഇधर से कितना टाइम? 30 minutes. അപ്പോൾ മണാലിയിലെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ഫോർ നൗ, ബൈ ബൈ. സ്റ്റേ ആണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഞാൻ ഇടും കേട്ടാ. സ്റ്റേ ആണെങ്കിൽ ഇത് നമ്മൾ നമുക്ക് കിട്ടിയ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് അത്യാവശ്യം 2 days ട്രിപ്പ് അവർ ഓഫർ ചെയ്തു, ഇൻക്ലൂഡിങ് 2 days സ്റ്റേ വിത്ത് ഫുഡ്.